ശരീരത്തിന്റെ ഓജസ് വലിച്ചൂറ്റി കുടിച്ച് തഴച്ചു വളർന്നതായി തോന്നി. അല്ലെങ്കിലും ജീവിച്ചിരിക്കെ നീ അങ്ങനെയാണല്ലോ. പലർക്കും ഓജസ്സായി നിന്നവൾ, സ്വന്തം വേദനയെ അവഗണിച്ച് മറ്റുള്ളവരുടെ വേദനയെക്കുറിച്ച് പരിതപിച്ചവൾ, ഹോസ്പിറ്റൽ വരാന്തയിൽ നുറുങ്ങുന്ന വേദന കടിച്ചു പിടിച്ചപ്പോഴും തൊട്ടടുത്തിരിക്കുന്നവരുടെ ആവലാതികൾ സമാശ്വാസം നൽകിയവൾ, ഇരുട്ടറയിൽ കത്തിച്ചു വെച്ച മെഴുകുതിരി പോലെ നിന്നയിടം സ്നേഹത്തിന്റെ പൗർണമി തെളിയിച്ചവൾ, പൂക്കളെ സ്നേഹിച്ച് പൂമൊട്ടിനെ പ്രണയിച്ച് ചെടികളെ താലോലിച്ചവൾ. നീ പോയത് മുതൽ നിന്റെ വീടിന്റെ തൊടികൾ എത്രമാത്രം കരിയിലകൾ വീണ് കിടക്കുന്നു. വീടിന്റെ മുന്നിൽ തൂക്കിയിട്ട ചെടിച്ചട്ടിയിൽ പല വിധങ്ങളായ ചെടികൾ നിന്റെ ലാളന ഏൽക്കാത്തത് കൊണ്ടാവാം ഉണങ്ങി തുടങ്ങിയത്. വീടിന്റെ ഉമ്മറവാതിൽ കൊട്ടിയടക്കപ്പെട്ടിരിക്കുന്നു. കുറെ നാളുകൾക്ക് ശേഷം നീയില്ലാതെ നിന്റെ വീട്ടിൽ ഞാൻ പോയത് നീ അറിഞ്ഞിരിക്കുമോ? അന്നാണത്രേ അറബി കലണ്ടർ പ്രകാരം ആ വീട്ടിൽ നിന്ന് നിന്നെ തോളിലേറ്റ് നടന്നു. 1 വർഷം തികഞ്ഞത്രേ. നീയില്ലായ്മയിൽ ആ വീടിനും ശ്വാസം മുട്ടുന്നതായി തോന്നി. എന്റെ കണ്ണുകൾ നിന്നെ തേടിക്കൊണ്ടേയിരുന്നു. കാതുകൾ നിന്റെ ഉച്ചത്തിലുള്ള പൊട്ടിച്ചതിൽ കേൾക്കാനായി കൂർപ്പിച്ചു വെച്ചു. ചുണ്ടുകൾ എന്നെ കണ്ടാൽ നീ തരുന്ന ചായയുടെ രുചിക്കായി വെമ്പൽ കൊണ്ടു. എന്റെ പരാധീനകൾ കേൾക്കാൻ നീ മുന്നിലേക്ക് വരാത്തതെന്ന് ഞാൻ വ്യാകുലപ്പെട്ടു. അപ്പോഴാണ് നീ പോയത് ഞാൻ ഓർത്തത്. പിന്നീട് എനിക്ക് മുന്നിൽ അന്ധകാരം നിറഞ്ഞു. അവിടെ ഇത്തിരി പോകുന്ന വെളിച്ചവുമായി നീ എൻ്റെ